ഇന്ന് പകൽക്കാലം കഴിഞ്ഞ ദിവസം സംസാരിച്ച വിഷയത്തോട് അനുബന്ധിച്ച് ഒരു കാര്യം ചിന്തിപ്പാനാണ് താല്പര്യപ്പെടുന്നത്. Today morning I would like to share with you something in continuation what we spoke about this morning. സുവിശേഷം 1-ാം അധ്യായം 74-ാമത്തെ വാക്യം വീണ്ടും നമുക്ക് വായിക്കാം. Let's read again from Luke chapter 1 verses 74. ആരെങ്കിലും വേഗത്തിൽ വായിക്കാം. നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും തന്റെ വിശുദ്ധ നിയമം ഓർത്തതിനാലും ആകുന്നു. ആരാധന എന്നുള്ള വിഷയത്തെ പറ്റിയാണ് ഇന്ന് പകൽക്കാലം ചില നിമിഷങ്ങൾ നിങ്ങളുടെ മുമ്പാകെ സംസാരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. This morning I would like to share with you about the topic worship. ഇവിടെ വായിച്ചതായ വേദഭാഗത്ത് നാം വായിക്കുന്നു, നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ ലഭിക്കുമെന്നുള്ള വായ്പാടിയായിരുന്നു. It says that we will receive grace such that we might be able to serve Him without fear in holiness and righteousness. ദൈവത്തിന്റെ വചനമുടനീളം നോക്കുമ്പോൾ ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. As we examine the Word of God, you can see how should we serve or worship God. പുറപ്പാട് പുസ്തകം വായിക്കുമ്പോൾ എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാൻ യഹോവയായ ദൈവം കൽപ്പിക്കുന്നതായിട്ട് വായിക്കുന്നു. In the book of Exodus we see that the Lord commands that release my people so that they might worship me. എല്ലാ വാക്യങ്ങളും വായിപ്പാൻ എന്റെ മുമ്പിൽ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വാക്യങ്ങൾ വേഗത്തിൽ പറഞ്ഞു പോകാം. I do not have time in front of me. Let me go very, very fast. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കാം. Let's read from Exodus chapter 8 and verses 1. വായിക്കണം. യഹോവ കൽപ്പിച്ചത് എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാം. This is what the Lord says, let my people go so that they might worship me. 8-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം വായിക്കുമ്പോൾ അത് തന്നെ യഹോവ കൽപ്പിക്കുന്നുണ്ട്. You see that the Lord commands the same in verses 21 as well. 9-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ അത് തന്നെ യഹോവ കൽപ്പിക്കുന്നുണ്ട്. In chapter 9 verses 1 the Lord says the same. 9-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം വായിക്കുമ്പോൾ അത് തന്നെ ദൈവം പറയുന്നുണ്ട്. Chapter 9 verses 13 the Lord says and repeats the same thing again. ദൈവത്തെ ആരാധിക്കണമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പനയാണ്. It is a commandment of God that we should worship Him. എന്തുകൊണ്ടാണ് ദൈവത്തെ നാം ആരാധിക്കുന്നത്? Why should we worship this great God? 48-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വായിക്കാം. And let's read from Isaiah chapter 48 verses 11. 48-ന്റെ 11-ാമത്തെ വാക്യം. എന്റെ നിമിത്തം തന്നെ ഞാൻ അത് ചെയ്യും. Praise the Lord. എന്റെ നാമം അശുദ്ധമായി തീരുന്നത് എങ്ങനെ? ആമേൻ. ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തനും കൊടുക്കയില്ല. ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തനും കൊടുക്കയില്ല. I will not yield my glory to anyone. ആരാധിപ്പാൻ യോഗ്യനായ ഒരുവനുണ്ടെങ്കിൽ നമ്മുടെ ദൈവം മാത്രമാണ്. If there is anyone that is worthy of praise, that is our God Himself. അവന്റെ മഹത്വം മറ്റാർക്കും കൊടുക്കില്ല ദൈവത്തിന് പറയുന്നു. What the Lord says that He will not yield His glory to anyone. ദൈവത്തിന്റെ വചനം നോക്കുമ്പോൾ അനേക ദൈവത്തെ ആരാധിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. We see that throughout the Bible many people worship God. യെശയ്യാപ്രവചനം 6-ാം അധ്യായം നമുക്ക് സുപരിചിതമായ അധ്യായമാണ്. We know from Isaiah chapter 6. അവിടെ സാറാപ്പുകൾ ദൈവത്തെ ആരാധിക്കുന്നതായിട്ട് നാം വായിക്കുന്നുണ്ട്. We see the Sarah, they worship God. അവർ രണ്ട് ചിറ കൊണ്ട് മുഖം മറച്ച്, 2 wings they cover their face. 2 ചിറ കൊണ്ട് പാദങ്ങൾ മറച്ചിട്ട്, 2 wings they cover their feet. 2 കൊണ്ട് പറന്നുകൊണ്ട് രാത്രിയും പകലും ദൈവത്തെ And ആരാധിക്കുന്നുണ്ട്. with 2 other wings they fly, and day and night they worship God. രാവും പകലും യഹോവയായ ദൈവം പരിശുദ്ധൻ 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 എന്ന് ആർത്ത് ദൈവത്തെ ആരാധിക്കുന്നതായി വായിക്കുന്നുണ്ട്. We see that they worship by proclaiming, oh God, you are glory, you are holy, you are holy, you are holy. ആ ദൈവത്തെ ആരാധിപ്പാനാണ് ഇന്ന് പകൽക്കാലം നാം കടന്നു It വന്നിരിക്കുന്നത്. is the same God that we came here this morning to worship. ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുമ്പോൾ ആരാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്? When you read from the Word of God, who should be worshiping God? ദൈവന്മാർ ആരാധിക്കുന്നതായിട്ട് നമുക്ക് വായിക്കാനായിട്ട് കഴിഞ്ഞു. We read that the angels are worshiping God. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എബ്രായ ലേഖനമാണല്ലോ. We are studying from the book of Hebrews. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 19 മുതലായ 12 വാക്യങ്ങൾ വായിച്ചാട്ടെ. And let's read from Hebrews chapter 10 verses 19 onwards. 19 മുതൽ 22 വാക്യങ്ങൾ വായിച്ചാട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹം എന്ന രഹസ്യത്തിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള വഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തിരിക്കുക. നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ
ആരാധിക്കുന്നുണ്ട്. And this is what we read. Let us draw near to God with a sincere heart and full assurance of faith, having our hearts sprinkled and cleansed us from a guilty conscience, to have our bodies washed with pure water. അതിന്റെ മുമ്പുള്ള വാക്യത്തിൽ രക്തത്താൽ തളിക്കപ്പെട്ടവരായി നമ്മളെ കടന്നിടണമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നുണ്ട്. And we see before that it is said that you need to be sprinkled with the blood of Christ. ആരാധിക്കുന്നവര് വിശുദ്ധീകരണം പ്രാപിച്ചവരായിരിക്കണം. And if you need to worship, you need to cleanse yourself. ആരാധിക്കുന്നവര് രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ചവരായിരിക്കണം. You need to be redeemed by the blood of Christ if you need to worship God. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 23 ചില വാക്യങ്ങൾ വായിച്ചാട്ടെ. John chapter 4 verses 23 onwards. 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്നു. സത്യനമസ്കാരികൾ പിതാവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്നു. And those who worship God worship Him in spirit and in truth. ഒന്നാമതായിട്ട് നാം വായിച്ചു രക്തത്താൽ കഴുകപ്പെട്ടവർക്ക് ദൈവത്തെ ആരാധിക്കണം. First we read that if you are washed by the blood of Christ, you worship God. ഇവിടെ വായിച്ച വാക്യത്തിൽ നാം വായിച്ചു പിതാവിനെ ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. Here you read that if you worship God, you need to worship Him in spirit and truth. പിതാവിനെയാണ് ആരാധിക്കുന്നെങ്കിൽ മക്കളാണ് ആരാധിക്കേണ്ടത്. And if you worship the Father, you are the children who should worship ആ Him. രക്തത്താൽ തളിക്കപ്പെട്ടവരാണെങ്കിൽ വീണ്ടെടുപ്പ് പ്രാപിച്ചവരാണ് ദൈവത്തെ ആരാധിക്കുന്നത്. You are the redeemed ones who are redeemed by the blood of Christ who should worship God. രണ്ടാമതായി ദൈവമക്കളായി തീർന്നവരാണ് ദൈവത്തെ ആരാധിക്കുന്നത്. By spirit, if you became the children of God, you have to worship God. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കർത്താവ് ഭാഗ്യപദവി കൊടുത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I praise God because God gave us that privilege. If you are sitting here ഒരു this morning, കാലത്ത് എനിക്ക് നിങ്ങൾക്കും ആരാധന എന്തെന്ന് അറിയത്തില്ലായിരുന്നു. once upon a time we did not know what worship was. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പകർന്ന് എങ്ങനെ ആരാധിക്കണമെന്നുള്ള കൃപ ദൈവം നമ്മുടെ മേൽ പകർന്നു ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I thank God because He poured His grace and mercy into our life to show us how to worship ഞാൻ Him. വേഗത്തിൽ മുമ്പോട്ട് കടന്നു പോകട്ടെ. Let me go forward again. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് നാം യഹോവയെ ആരാധിക്കണമെന്ന്. And we see that in Deuteronomy how to worship God. 6-ാം അധ്യായത്തിൽ 4-5 വാക്യങ്ങൾ വായിച്ചാട്ടെ. കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു. Praise the Lord. യഹോവ ഏകൻ തന്നെ. ആമേൻ. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും Praise the Lord. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. നിന്റെ ദൈവമായ യഹോവയെ നീ ആരാധിക്കേണ്ടത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെയാണ്. And how should you worship God? It is written in Deuteronomy with all your heart, all your mind, and your entire soul. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിലെ 30-ാം വാക്യം വായിക്കുമ്പോൾ പ്രകാരം വായിക്കുന്നുണ്ട്. When you read from John chapter 10 verses 30, you read like this. നാം പിതാവും പുത്രനും ഒന്നാണ് നമ്മൾ വായിക്കുന്നുണ്ട്. I see that the Son and the Father is one. പിതാവിനെ ആരാധിക്കുന്നവർ പുത്രനെ ആരാധിക്കുന്നവർ പിതാവിനെ കൂടെയാണ് ആരാധിക്കുന്നത്. And those who worship the Son also worship along with the Father. ഞാൻ മുമ്പോട്ട് കടന്നു പോകട്ടെ. Let me go forward again. ഇനി ആരെ ആരാധിക്കരുത് എന്നതാണ് എന്റെ വിഷയമായിരിക്കുന്നത്. And what I need to speak to you is whom you should not worship. ഒന്നാമതായിട്ട് ദൈവത്തെ നാം വായിക്കുന്നത് പിശാചിനെ ആരാധിക്കരുതെന്നാണ്. The first thing the word of the Lord says that you should not worship Satan. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ 8-ാം വാക്യം വായിക്കാം. Luke chapter 4 verses 8. വായിക്കാട്ടെ. ലൂക്കോസ് 4:8. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. Praise the Lord. Praise God. Worship. പിശാച് യേശുവിന്റെ അടുക്കൽ ചെന്നിട്ട് പല കാര്യങ്ങൾ അവരോട് പറഞ്ഞു. The devil goes unto Jesus and shares with him certain things. കർത്താവ് ഒരിക്കലും അവരുമായിട്ട് കോംപ്രമൈസ് ചെയ്തിട്ട് അവിടെ വായിക്കുന്നില്ല. We did not read Jesus compromising with the devil. കർത്താവ് ഞാൻ നോക്കട്ടെ എന്നൊന്നും പറഞ്ഞില്ല. Jesus did not say, let me look at this. നമ്മളൊക്കെയാണ് പലപ്പോഴും കോംപ്രമൈസ് ചെയ്യുന്നത്. Sometimes we compromise in our lives. കർത്താവ് തീർത്തു പറഞ്ഞു നീ ദൈവമായ കർത്താവിനെ മാത്രമേ നീ ആരാധിക്കാവൂ. But the Lord says that you should only worship the Lord your God. അതിന്റെ അർത്ഥം പിശാചിനെ നാം ഒരിക്കലും ആരാധിക്കരുതെന്നാണ്. That means that we should not serve the devil at any time. പാർക്കുന്ന ഈ രാജ്യത്ത് പൈശാചിക ആരാധന എന്നും വർദ്ധിച്ചു വരികയാണ്. Oh, the land that we live in, there's devil worship growing every day. അറിഞ്ഞോ അറിയാതോ അനേകർ അതിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. Knowingly or unknowingly, many people are attracted towards it. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം പറയുന്നു പിശാചിനെ ആരാധിക്കരുത്. The word of the Lord says that do not worship the devil. Hallelujah. പിന്നെ പറയുന്നു വിഗ്രഹത്തെ ആരാധിക്കരുത്. Then it says do not worship idols. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങൾ വായിക്കാം. Exodus chapter 20 verses 4 and 5. പുറപ്പാട് 20-ന്റെ 4-5 വാക്യങ്ങൾ. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. ആമേൻ. നിന്റെ സ്വർഗ്ഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലും ഉള്ള യാതൊന്നിനെയും പ്രതിമയും അരുത്. ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കരുത്, യാതൊരു പ്രതിമയും ഉണ്ടാക്കി നമസ്കരിക്കരുത് ദൈവം കൽപ്പന കൊടുക്കുന്നു. But the Lord says do not make any idols and do not worship unto them. നാമൊക്കെ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അങ്ങനെയുള്ള സമുദായങ്ങളായിരുന്ന പലരും ഇവിടെയുണ്ട്. There are many people who had such experiences before you came to know this truth. എന്നാൽ കാലാകാലങ്ങളായി ദൈവം നമ്മുടെ കണ്ണു തുറന്നത് ഓർത്താൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. But I thank God because time and time
of Revelation. 19-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. ഞാൻ അവനെ നമസ്കരിക്കേണ്ടതിന് അവന്റെ കാൽക്കൽ വീണു. Praise the Lord. അപ്പോൾ അവൻ എന്നോട്, അതരുത്, ഞാൻ നിനക്കും യേശുവിന്റെ സാക്ഷ്യമുള്ള നിന്റെ സഹോദരന്മാർക്കും സഹവൃത്യനത്രേ. ദൈവത്തെ നമസ്കരിക്കാം, യേശുവിന്റെ സാക്ഷ്യമോ പ്രവചനത്തിന്റെ ആത്മാവ് തന്നെയുള്ളൂ. അപ്പോസ്തലനായ യോഹന്നാന് കർത്താവ് കൊടുത്ത ദർശനവും ഹല്ലേലൂയ കർത്താവ് കൊടുത്ത വെളിപ്പാടുകളൊക്കെ അവൻ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ And after John has received all the revelation that God gave him, അവന്റെ അടുക്കൽ നിന്നതായ ദൂതനെ നമസ്കരിക്കാനായിട്ട് യോഹന്നാൻ തത്രപ്പെടുകയാണ്. and he sees that he wants to worship the angel that gave him the news. എന്നിട്ട് ആ ദൂതൻ പറയുന്ന വാക്യം ഇവിടെ വായിച്ചു കേട്ടുവല്ലോ. And we just read what the angel told him. അവൻ എന്നോട് അതരുത്, He says that do not do it. ഞാൻ നിനക്കും യേശുവിന്റെ സാക്ഷ്യമുള്ളതിന് സഹോദരന്മാർക്കും സഹവൃത്യനത്രേ. And he says that I'm just a fellow servant with you and with your brother. അത് കഴിഞ്ഞിട്ട് പറയുന്ന വാക്യം ദൈവത്തെ നമസ്കരിക്കാം. And after that the angel tells him worship God. ദൂതന്മാരെ പോലും ആരാധിപ്പാൻ നമുക്ക് പ്രമാണമില്ല. We do not have a law to worship the angel. മറ്റൊരു വാക്യം കൂടെ വായിക്കാം. വെളിപ്പാട് പുസ്തകം 22-ാമത്തെ അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ. Let's also read from Revelation chapter 22 verses 8 and 9. വെളിപ്പാട് 22-ന്റെ 8-9 വാക്യങ്ങൾ. കേൾക്കുകയും കാണുകയും ചെയ്ത യോഹന്നാൻ എന്ന ഞാൻ തന്നെ. ആമേൻ. കേൾക്കുകയും കാണുകയും ശേഷം അത് എനിക്ക് കാണിച്ചു തന്ന ദൂതന്റെ കാൽക്കൽ ഞാൻ വീണു നമസ്കരിച്ചു. രണ്ടാമതും ദൂതന്റെ കാൽക്കൽ വീണ് നമസ്കരിപ്പാനായി ആ യോഹന്നാൻ ഉടമ്പടുകയാണ്. Again in this verse you see that John is preparing himself to fall down before the feet of the angel. അവിടെ ദൂതൻ പറയുകയാണ്, എന്നല്ല എന്നെയാണ് നമസ്കരിക്കേണ്ടത്. Again the angel says do not do it. It's not me whom you should worship. നാം പല കാര്യങ്ങൾ ചിന്തിച്ചു. Many things we thought നാം about. പിശാചിനെ ആരാധിക്കരുത്, We shouldn't worship the devil. നാം വിഗ്രഹത്തെ ആരാധിക്കരുത്, We shouldn't worship the നാം idols. ദൂതന്മാരെ ആരാധിക്കരുത്. We shouldn't worship the ഈ angels. മറിയാമിനെ ആരാധിക്കാമോ? And can we worship Mary? മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 19 വാക്യങ്ങൾ വായിച്ചാൽ Matthew chapter 2 verses 10 and 11. നക്ഷത്രം കണ്ടതുകൊണ്ട് ആ. അവർ അത്യന്തം അവർ സന്തോഷിച്ചു. അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്നു. ആമേൻ. ശിശുവിനെ അമ്മയായ മറിയോടും കൂടി കണ്ടു. വീഴും. വീണ് അവനെ നമസ്കരിച്ചു. ആ. വീണ് അവനെ നമസ്കരിച്ചു. സ്തോത്രം. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരുക്കവും മൂരും കാഴ്ചവെച്ചു. Praise the Lord. നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് മലയാളം ഒന്ന് വായിക്കാം, അതിനുശേഷം ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. ആ വീട്ടിൽ ചെന്ന് വായിച്ചാട്ടെ. ആ വീട്ടിൽ ചെന്ന് യേശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരിക്കവും മൂരും കാഴ്ചവെച്ചു. ഇംഗ്ലീഷ് ഒന്ന് വായിക്കാം. On coming to the house, they saw the child with his mother Mary, and they bowed down and worshipped him. Then they opened their treasures and presented him with gifts of gold and of incense and of myrrh. Praise the Lord. Hallelujah. പറഞ്ഞ മനസ്സിലായി കണ്ടെന്ന് വിചാരിക്കുന്നു. I am hoping you understood that. വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ട് അവിടെ പിന്നെ കോമയാണ് വീണ് അവനെ നമസ്കരിച്ചു. And it says that they came to the house, they saw the child with the mother, then there's a comma. Then it says that they worshipped ഞാൻ him. ഈ വാക്യം പല പ്രാവശ്യം വായിച്ചു. I've read this verse many times. ഇനിയും തെറ്റുപറ്റിയതാണോ അവനെ എന്നുള്ളതിന് പകരം അവനെ എന്നാണോ ഞാൻ പിന്നെ വായിച്ചു നോക്കി. Again, I started examining, did they actually worship him or her? ആരെ ഇംഗ്ലീഷ് പുസ്തകം എടുത്ത് നോക്കപ്പോഴും അങ്ങനെ തന്നെയാണ് And കണ്ടത്. when I read it in English, it read the same. അത് അവരെ എന്നായിരുന്നുവെങ്കിൽ If it was worship her, നിശ്ചയം അവരെ then if it was written that worship them, അങ്ങനെയായിരുന്നുവെങ്കിൽ നിശ്ചയമായി ഞാൻ കർത്താവിന്റെ അമ്മ മറിയെ നമസ്കരിക്കുമായിരുന്നു. if that were so, then surely you should have worshipped Mary as എന്നാൽ well. പരിശുദ്ധാത്മാവ് എഴുതി വച്ചത് അവനെ നമസ്കരിക്കുമെന്നാണ്. What the Spirit of the Lord has been written here, it says worship him. Hallelujah. അമ്മയെ മാത്രമല്ല അങ്ങനെയെങ്കിൽ ആരാധിക്കുമായിരുന്നത്. And if that is not the case, we should have also worshipped Mary. അവരെ ആരാധിച്ചു എന്നവിടെ എഴുതി വെച്ചിരുന്നുവെങ്കിൽ And if it was written that they worshipped them, അമ്മ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത്.
praise. Praise the Lord. Amen. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം വായിക്കുമ്പോൾ മറ്റൊരു കാര്യം അവിടെ വായിക്കുന്നുണ്ട്. When you read from Luke chapter 2, there's something else that you read. യേശുവിന്റെ അമ്മ മറിയയും യോസേഫൊക്കെ കൂടി കർത്താവിനെ കൊണ്ട് അവിടെ ആലയത്തിലേക്ക് പോകുന്ന ഒരു കാര്യമുണ്ട്. You see that his mother Mary and his father Joseph takes him to the temple. അവിടെ സിമോൻ എന്ന് പറയുന്ന പ്രായമുള്ള ഒരു വ്യക്തി ആലയത്തിലുണ്ട്. There's an elder man by the name of Simon there. ഈ ശിശുവായ യേശുവിനെയും അമ്മയെയും യോസേഫിനെയൊക്കെ കണ്ടപ്പോൾ This young Jesus, along with his parents, when he saw them, അവൻ കാത്തിരുന്ന വാഗ്ദത്തത്തിന്റെ നിവൃത്തി ആയി എന്ന് കണ്ടപ്പോൾ when he understood that it was the fulfillment of the promise that he knew, അവരെല്ലാം ഒരുമിച്ച് അനുഗ്രഹിക്കുന്നതായിട്ടവിടെ വായിക്കുന്നു. and you see that he blesses them together. ദൈവത്തിന് സ്തോത്രം. Praise be to God. എബ്രായലേഖനം വായിക്കുമ്പോൾ ഇപ്രകാരമാണ് വായിക്കുന്നത്. When you read from Hebrews, we read like this. ഉയർന്നവൻ താഴ്വരെ അനുഗ്രഹിക്കുന്നു എന്നാണ്. And the younger man blesses whom that is low. ഉയർന്നവനായ വ്യക്തിയാണ് താഴ്വരെ അനുഗ്രഹിക്കുന്നത്. Those who is in the high blesses the one, those who are in the low places. സിമോൻ അവരെ അനുഗ്രഹിക്കുമ്പോൾ And when Simon blesses them, ആ മറിയായ അമ്മയ്ക്ക് പ്രത്യേകത വല്ലതും ഉണ്ടായില്ലെങ്കിൽ and if there was any peculiarity in his mother Mary, സിമോൻ ഒരിക്കലും മറിയ അനുഗ്രഹിക്കാനായിട്ട് കഴിയത്തില്ലായിരുന്നു. and Simon would not have been able to bless Mary. എന്നാൽ സിമോൻ മറിയ അനുഗ്രഹിച്ചതായിട്ട് വായിക്കുന്നത്. But you see that Simon also blessed Mary. ആരാധനയ്ക്ക് യോഗ്യൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവ് മാത്രമാണ്. There is only one person worthy of worship, that is our Lord Jesus Christ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ ചിലരൊക്കെ നമ്മോട് ചോദിക്കാറുണ്ട്, Some people ask us, നമ്മൾ എന്തുകൊണ്ട് മറിയാമിന് വേണ്ടതായ സ്ഥാനം കൊടുക്കുന്നില്ല? why are we not giving the due respect to Mary? കർത്താവിന്റെ അമ്മ എന്നുള്ളത് നിശ്ചയമായി നാം അവർക്ക് സ്ഥാനം കൊടുക്കും. We always know that Mary is the mother of Jesus. എന്നാൽ ആരാധന വിഷയം വരുമ്പോൾ ആരാധനയ്ക്ക് മറിയ യോഗ്യയല്ല. But when it comes to the issue of worship, Mary does not deserve worship from us. ആരാധനയ്ക്ക് യോഗ്യൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, നമ്മുടെ കർത്താവ് മാത്രമാണ്. There's only one person worthy of praise and worship, that is Jesus Christ. വേഗത്തിൽ മുമ്പോട്ട് കടന്നു പോകട്ടെ. We go forward again. ഇനി മനുഷ്യനെ ആരാധിക്കാൻ പറ്റുമോ? Can you worship man? അപ്പോസ്തലപ്രവൃത്തിയിലേക്ക് കടന്നു വരാം. Let's come to the book of Acts. 10-ാം അധ്യായത്തിന്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. Chapter 10, verses 24 onwards. വേഗത്തിൽ വായിക്കാം. ഇദ്ദേഹം ഫ്രണ്ട്സിലെത്തി അവിടെ കൊർന്നേലിയോസ് രാഷ്ട്രക്കാരെയും അടുത്ത സ്നേഹിതന്മാരെയും കൂട്ടിവരുത്തി. അവർ പേക്കാത്തിരുന്നു. പത്രോസ് കയറിയപ്പോൾ കൊർന്നേലിയോസ് എഴുന്നേറ്റ് അവന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. Praise the Lord. പത്രോസ് എഴുന്നേറ്റ് ഞാൻ ഒരു മനുഷ്യനത്രയും പറഞ്ഞു. Praise the Lord. കൊർന്നേലിയോസിന്റെ ഭവനത്തിലേക്ക് പത്രോസ് പോയ കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. What we just read is when Peter went to Cornelius' house. ആ പത്രോസിനെ കേൾക്കുവാൻ അവർ ആകാംക്ഷയോടെ അവിടെ കാത്തിരിക്കുകയാണ്. And they are waiting to hear from this Peter. പത്രോസിനെ കണ്ടപ്പോൾ കൊർന്നേലിയോസ് കാൽക്കൽ വീണു എന്നാണ് അവിടെ വായിക്കുന്നത്. You see that Cornelius falls to the feet of Peter as soon as he saw him. പത്രോസ് പറഞ്ഞത് അവിടെ എഴുതിയിട്ടുണ്ട്. And this is what Peter says. അവനോട് പറയുകയാണ്, ഞാൻ നിന്നെ പോലെ ഒരു മനുഷ്യനാണ്. He said, I'm just like a man, just like you. പറഞ്ഞ് അവനെ എഴുന്നേൽപ്പിച്ചു എന്ന്. And he says this and takes him up. Praise the Lord. Hallelujah. പത്രോസിന്റെ പിൻഗാമി എന്ന് പറയുന്ന ഇന്നത്തെ പത്രോസ്മാരാണെങ്കിൽ And if it was the followers of Peter's of this day, എല്ലാ ന്യൂസ് മീഡിയയും വിളിച്ചേര്. and they would have called all the news media, പിക്ചർ എടുക്കാൻ പറഞ്ഞേര്. they would have asked him to take a picture. ടിവിയിലെല്ലാം കാണിക്കാൻ പറഞ്ഞേര്. They would have asked him to show it on the TV. ഞങ്ങളെ ആരാധിക്കുന്ന കാണാനായിട്ട്. And can you see us worshiping? എന്നാൽ പത്രോസ് പറഞ്ഞു, ഞാൻ ഒരു മനുഷ്യനാണ്. But Peter said, I'm just a mere man like you. ആരാധനയ്ക്ക് യോഗ്യം നമ്മുടെ ദൈവം മാത്രമേ There's ഉള്ളൂ. only one person worthy of worship, that is our Lord. യാതൊരു മനുഷ്യനും ആരാധനയ്ക്ക് യോഗ്യനല്ല. No man is worthy of worship. അത് Hallelujah. പരിശുദ്ധ പിതാവെന്ന് ലോകം പറയുന്ന പോപ്പുമല്ല. And it is not even the Pope that everybody thinks that he is. ആരാധനയ്ക്ക് യോഗ്യൻ നമ്മുടെ ദൈവം മാത്രമേ ഉള്ളൂ. Oh, there's only one person that is worthy of worship, that is our Jesus Christ. Hallelujah. മറ്റൊരു വേദഭാഗത്തിലൂടെ ഞാൻ വേഗത്തിൽ കടന്നു പോകാം. Let me go forward again. അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ Let's come to Acts chapter 14. പൗലോസിനാരുടെ അത്ഭുതം കാണുവാനൊക്കെ നമ്മുടെ ആയിട്ടുണ്ട്. You see, there was a miracle by Paul. അതിന് 8 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ സമയമില്ല. And we can read from verses 8 to 15. ലുസ്ത്രയില് നടന്നിട്ടില്ലാത്തൊരു മനുഷ്യൻ നടക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. And there was a man who was crippled in Lystra. He started walking. പൗലോസിനെ ആരാധിപ്പാനായിട്ട് അവർ വട്ടം കൂട്ടി. And they started gathering him so that he might worship him. Praise the Lord. Hallelujah. അതിന് 15-ാം വാക്യം വായിക്കുമ്പോൾ When you read from verses 15, പൗലോസും പറയുന്നുണ്ട്, ഞാനൊരു മനുഷ്യനാണ്. Paul also says that I am just a man. മഹത്വം കൊടുക്കേണ്ട ദൈവത്തിനാണ്. You have to give praise unto God. ആരാധനയ്ക്ക് യോഗ്യൻ ദൈവം മാത്രമാണ്. There's only one person worthy of worship, that is our Lord. Praise the Hallelujah. Lord. യേശുവിന്റെ ശിഷ്യന്മാരിൽ അഗ്രഗണ്യനായ പത്രോസ് ആരാധന ആഗ്രഹിച്ചില്ല. And Peter, who was also the disciple of Jesus, did not want worship. ദൈവസഭയുടെ കെട്ടുപണിക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച പൗലോസ് അപ്പോസ്തലൻ ഒരിക്കലും ആരാധന ആഗ്രഹിച്ചില്ല. Apostle Paul, who was great in building up the kingdom of God, did not wish that people worship him. ആരാധനയ്ക്ക് യോഗ്യൻ നമ്മുടെ കർത്താവ്
മാത്രമാണ്. There's only one person to worship, that is our Lord ഇനി Jesus. എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുന്നത്? How should we worship the Lord? യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. Let's come to John chapter 4. 23-24 വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. Let us read 23 and 24. Praise the Lord. സത്യനമസ്കാരികൾ ആ, പിതാവിനെ ആത്മാവിൽ സത്യത്തിൽ നമസ്കരിക്കുന്ന നാഴിക വരുന്നു. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വരുന്നു. And those who worship the Lord should worship Him in spirit and in truth. അവനെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും The ആരാധിക്കണം. true worshippers, if you worship Him, should be worshiping Him in truth and spirit. അതുകൊണ്ടാണ് ഞങ്ങൾ ഉപദേശിമാരോട് പറയുന്നത് അഭിഷേകം പ്രാപിക്കണം. That is why our pastors who ask me, we say that everybody needs to have the Spirit of God. അവനെ ആരാധിക്കുന്നവർ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. His worshippers should worship Him in truth and spirit. നാം വായിച്ചതായ വേദഭാഗത്തിൽ ലൂക്കോസ് വായിക്കുന്നുണ്ട്, ആയുഷ്കാലം മുഴുവൻ അവനെ ആരാധിക്കണം. And we said, just read in Luke that we need to worship Him all throughout our lives. ഞായറാഴ്ച ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ മാത്രമല്ല ആരാധനയുള്ളത്. It is not when you come here on Sunday morning that you need to worship Him. ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളുമായിട്ട് കുടുംബ പ്രാർത്ഥന നടത്തുമ്പോഴും അത് ആരാധനയാണ്. And when you are sitting alone with your children in your family prayer, that is also worship. ആയുഷ്കാലം മുഴുവനും ഭയപ്പെടാതെ ദൈവത്തെ നാം ആരാധിക്കണം. Oh, without fear, all the days of your life, you want to worship God. ദൈവത്തിന്റെ ഭയത്തിന്റെ ജീവിതം തന്നെ ഒരു ആരാധനയായിരിക്കണം. Oh, children of God, your life itself should be a worship unto 8 God. മണിക്കൂർ ജോലി ചെയ്യുന്നതിന്റെ നടുവിൽ നിനക്ക് ആരാധിക്കാൻ കഴിയും. Oh, when you're working for 8 hours, that should be a worship unto God. കഴിയുമ്പോൾ നിനക്ക് ആരാധിക്കാനായിട്ട് കഴിയും. You are able to worship God when you're driving. Hallelujah. ആയുഷ്കാലം മുഴുവൻ അവിടെ ആരാധിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. Throughout your entire life, you can worship God. ഞാനൊരു Hallelujah. കാര്യം കൂടെ പറഞ്ഞതിന്റെ ബാക്കി അവിടെ Let me അവസാനിക്കണം. remind you one more thing and end here. എന്തുകൊണ്ടാണ് അവനെ ആരാധിക്കുന്നത്? Now, why should we worship God? 135 സങ്കീർത്തനത്തിന്റെ 5-ാം വാക്യം കൂടെ വായിച്ചാട്ടെ. Psalms 135, verses 5. അതിന്റെ 5-ാമത്തെ വാക്യം. യഹോവ വലിയവനെന്നും അവന്റെ കർത്താവ് സകലദേവന്മാരിലും ശ്രേഷ്ഠനെന്നും ഞാൻ അറിയുന്നു. യഹോവ വലിയവനെന്നും നമ്മുടെ കർത്താവ് സകല ദേവന്മാരിലും ശ്രേഷ്ഠനെന്നും ഞാൻ The അറിയുന്നു. Lord is great and the Lord is greater than all gods. ആരാധനയ്ക്ക് യോഗ്യൻ ഒരാളുണ്ടെങ്കിൽ നമ്മുടെ ദൈവം മാത്രമാണ്. If there is anyone that is worthy of praise and worship, that is our God. അനേകർ ആരാധനയ്ക്കായി കാത്തിരിക്കുന്നുണ്ട്. Many people wait for worship. അനേക മത നേതാക്കന്മാർ അതിനായി കാത്തിരിക്കുന്നുണ്ട്. Many leaders wait for worship. എന്നാൽ ആരാധനയ്ക്ക് യോഗ്യൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. There's only one person worthy of praise and honor, it's our God. സത്യാരാധനയ്ക്ക് വിരോധമായി കാണുന്നതൊന്നും ആരാധനയല്ല. And anything that is against true worship is not worship. അതുകൊണ്ട് Hallelujah. ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. A man of God, as he was preaching, he said something like this. ആരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. I do not remember who he was. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. He said one thing. താന് നാട്ടില് ഒരു ബസ് കാത്ത് നിൽക്കുമ്പോൾ, And he was waiting for a bus in India. ഒരു ഗ്രാമപ്രദേശമാണ്. And it is a village ആ area. റോഡിൽ കൂടി അധികം ആരും യാത്ര ചെയ്യുന്നില്ല. Many people do not travel on the road that ഒരു day. സാധുവായ ഉപദേശം അവിടെ പരസ്യമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. A poor pastor was holding a meeting there. തന്നോട് കൂടെ തന്നെ സഹായിക്കാൻ ആരുമില്ല. There's nobody there to help him. താൻ പ്രസംഗിക്കുന്ന കേൾക്കാനായിട്ട് ആരോട് നിൽക്കുന്നില്ല. There's nobody there to listen to what he's എങ്കിലും preaching. താൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയാണ്. Yet he's still preaching the word of God. എന്റെ പ്രസംഗ വിഷയം മരണം എന്നുള്ളതാണ്. The subject of his preaching is death. താനിക്ക് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. And this is what he's preaching. ഓരോരുത്തരും മരിക്കുമ്പോൾ ഓരോ വിധത്തിലാണ് പറയുന്നതെന്ന്. And he says that as different people die, they say different things about it. ഞാൻ പറയുന്ന വാക്കുകളൊക്കെ എല്ലാം ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് അറിയത്തില്ല. എന്നാലും ഞാൻ പറയുകയാണ്, രാജാവ് മരിക്കാൻ പറയും നാട് നീങ്ങി എന്ന് പറയും. രാജാവ് മരിക്കുമ്പോൾ When the king dies, anyway, അതൊരു superlative ഡിഗ്രിയിലേ പറയത്തുള്ളൂ. Praise the Lord. they say that it is such a great thing that happened when a king അപ്പോൾ dies. രാജാവ് മരിക്കുമ്പോൾ പറയും രാജാവ് നാട് നീങ്ങി എന്ന് പറയും. And it says that the kingdom has passed away when a king dies. മന്ത്രി മരിച്ചാൽ പറയും മന്ത്രി അന്തരിച്ചെന്ന് പറയും. And if a minister died, it says that a minister has died and a great thing has happened. പോപ്പ് മരിച്ചാൽ പറയും പോപ്പ് കാലം ചെയ്തെന്ന് പറയും. And it says that the end of the pope has come and pope has died. ഒരു ബിഷപ്പ് മരിച്ചാൽ പറയും ബിഷപ്പ് ദിവംഗതനായി എന്ന് പറയും. And if a bishop has died, they say something similar as that. ഒരു മെത്രാൻ മരിച്ചാൽ മെത്രാൻ കബറടങ്ങി എന്ന് പറയും. And if a priest were to die, it says that a great priest is dead. ഒരു സാധാരണ
തന്നെയാണ്. The same meaning is for the ഞാൻ all these terms. ഒരു കാരണമുണ്ട്. There's a reason why I said all ഈ this. ആരാധനയ്ക്ക് വേണ്ടി അനേകടങ്ങൾ പോകാറുണ്ട്. For worship, many people go to different places. സത്യാരാധനയ്ക്ക് വിരോധമായി എവിടെ തന്നെ പോയാലും, Wherever you go that is against the true അത് worship, മക്കയായാലും മെദീനയായാലും, whether it be in the temple or in the mosque, അത് ശബരിമലയായാലും രാമേശ്വരമായാലും, whether it be any great high places or in other അത് institutions, പുതുപ്പള്ളിയായാലും വേളാങ്കണ്ണിയായാലും, whether it be in any high places or in any of the mosques, അത് റാസായാലും കാവടിയായാലും, whether it be in any of the religious institutions. ഒരു കാര്യം ഞാൻ പറയട്ടെ, അതെല്ലാം ഒന്ന് തന്നെയാണ്. Let me tell you one thing, it is one and the same. സത്യാരാധന